പരീക്ഷീണക്കശ്ചിൽ ബൃഹയതി യവനം പ്രസൃതയെ സപശ്ചാസമ്പൂർണ്ണ കലയതി ധരിത്രീം തൃണസമാം അതച്ചാനേകാന്ത ഗുരു ലഘുതയാർത്ഥേഷു ധനിനാമവസ്ഥ വസ്തുനി പ്രദയതി ച സങ്കോചയതി ച. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഭർതൃഹരിയുടെ നീതി ശതകത്തിലത്തെ അർത്ഥപദ്ധതിയിലത്തെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ 6-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ധനാശയ്ക്ക് ഒരു പരിധിയില്ല. അതൊക്കെ എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. ശ്ലോകത്തിൽ അത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷീണക്കച്ചിൽ ബൃഹയതി യവാനാം പ്രസൃതയെ. വളരെ ദാരിദ്ര്യം ഉള്ള ഒരാൾ ആഗ്രഹിക്കുന്നത് ഒരു കയ്യിൽ കുറച്ച് ധാന്യം, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്ന ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്നാണ് അയാൾക്ക്. സപശ്ചാത് സമ്പൂർണ്ണ, അവൻ കുറച്ച് ധനികനായാലോ, ധനമൊക്കെ ഉണ്ടായി കുറച്ച് ഉയർന്നു പോയി കഴിഞ്ഞാൽ കലയത്തി ധരിത്രീം തൃണസമാം, ഈ ഭൂമി മുഴുവൻ പോലും അവൻ പുല്ലിനായിരിക്കും പിന്നെ കണക്കാക്കുക. കുറച്ച് രാജ്യങ്ങൾ കിട്ടിയാൽ തോന്നും കുറച്ചും കൂടി രാജ്യങ്ങൾ വേണം, പിന്നെ ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും അവന് മതിയാവില്ല. അപ്പോൾ ഈ ചെറുപ്പ വലിപ്പങ്ങൾ, പണ്ടൊരു കൈധാന്യം തന്നെ വലുതായിരുന്നു, കുറച്ചും കൂടി ആയപ്പോൾ ഒരു രാജ്യം വേണം, അതെങ്കിലും വേണം എന്നായി. പിന്നെ ഭൂമി മുഴുവനും കിട്ടിയാലും അവന് അത് വലുതാവില്ല. അപ്പോൾ ഈ വലിപ്പ ചെറുപ്പങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. അതച്ചാനേകാന്ത ഗുരു ലഘുതയാർത്ഥേഷു ധനിന. ഗുരുത ലഘുത, വലിപ്പം ചെറുപ്പം, ഇതൊക്കെ അവസ്ഥാവസ്തുനി എല്ലാം മനസ്സിൻ്റെ ഭാവമാണ്. ഒരു പണക്കാരനെ സംബന്ധിച്ച് 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ചെറുതാവും, പക്ഷെ അതേ പൈസ ഒരു ചെറിയ ആൾക്കോ വലിയൊരു സംഖ്യയാവും. അപ്പോൾ ഏതാണ് വലുത് ഏതാണ് ചെറുത്? അത് ഈ ധനം ഉള്ള ആളുടെ മനോഭാവം പോലെ ആയിരിക്കും. അതാണ് വസ്തുക്കളെ ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്നത്. ഒരു ചെറിയ പാത്രത്തിലെ വെള്ളം എറുമ്പിന് സമുദ്രമാണ്, അല്ലാത്തവർക്ക് അത് വളരെ ചെറിയൊരവസ്ഥ, കയ്യിലെടുക്കാവുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ധനവും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് പൂന്താനം 10 കിട്ടുകിൽ 100 മതിയെന്നും 100 ആകിൽ 1000 മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമെങ്കിൽ അവിധമായെങ്കിൽ ആകുകിൽ ആശ്ചര്യമെന്നും. ആശയായുള്ള പാശ അതിൽപ്പെട്ട് വലയണമേൽക്കുമേൽ, അതിനറ്റമില്ല, വീണ്ടും വീണ്ടും എത്ര കിട്ടുന്തോറും പിന്നെയും വേണം എന്നുണ്ടാവുന്ന ഒരവസ്ഥ. ഈ ധനത്തിന് എങ്ങനെ ഉണ്ടായി എന്നറിയില്ല, കുറേ കിട്ടിയാൽ മതി എന്ന് തോന്നണ്ടേ. അതാണ് ഏകാദശത്തിലൊക്കെ ഭഗവാൻ പ്രത്യേകിച്ച് ഉദ്ധവന് പറഞ്ഞു കൊടുത്ത, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക, വളരെ കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുക, അവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവും. അതാത് സമയത്ത് കഴിഞ്ഞുകൂടാനുള്ളത് എത്രയാണ് ശരിക്കും ഒരു മനുഷ്യന് ഒരു നേരം കഴിഞ്ഞുകൂടാനുള്ളത്, വൈകുന്നേരം കഴിഞ്ഞുകൂടാനുള്ളത് വേണമെങ്കിലും ആവാം എന്നല്ലാതെ അടുത്ത ദിവസത്തെപ്പറ്റി ചിന്ത പാടില്ല എന്നാണ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെ പ്രായോഗികമാവും? അതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് കഴിഞ്ഞുകൂടാനുള്ള വരുമാനം, ധനം. എന്തായാലും ഒരു കണക്കുണ്ടാവുമല്ലോ. മനുഷ്യന് കണക്കുള്ള ഒരേ ഒരു കാര്യം ഭക്ഷണമാണ് എന്നാണ്. അതിപ്പോൾ എങ്ങനെയായാലും അധികം കഴിക്കില്ലല്ലോ. ഒരാൾക്ക് വേണ്ടത് കഴിക്കും, അത് ചില വ്യത്യാസങ്ങൾ വരാം എന്നല്ലാണ്ട് എന്തായാലും ഒരാൾക്ക് വേണ്ടതിൻ്റെ ഇരട്ടി ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല, അത് തീർച്ചയായും. കുറച്ചും കൂടിയൊക്കെ 1-2 ഉരുളയുടെയോ അല്ലെങ്കിൽ ലേശം ക്വാണ്ടിറ്റിയുടെ വ്യത്യാസം എന്നല്ലാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു കൂടാനുള്ള വരുമാനം. 31 ദിവസം ശമ്പളം കിട്ടിയാൽ 31 ദിവസത്തേക്ക് എത്താനേ പാടൂ, ആ കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയൊക്കെയാണ് അത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നേരത്തെ ആഹാരം കഴിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ല. കട്ടിച്ച ആഹാരത്തിനുള്ള ആ ഒരു മാർഗം മാത്രമേ ഒരു മനുഷ്യൻ കാക്ഷിക്കാവൂ എന്നാണ്.
വായ കീറിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇര ഭഗവാൻ കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്നതിൻ്റെ രഹസ്യം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാം എന്നാണ്. പക്ഷേ ഭാര്യ, കുടുംബം, വിദ്യാഭ്യാസം, വലിയ വീട് കെട്ടൽ, ഇതൊന്നും ഭഗവാന്റെ ബാധ്യതയല്ല കേട്ടോ. ഒന്നും ഭഗവാന്റെ ബാധ്യതയില്ല. എനിക്ക് കഴിഞ്ഞുകൂടിയാൽ മതിയോ, വിവാഹം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അവനവും കണ്ടെത്തേണ്ടി വരും. അതിനുള്ള മാർഗങ്ങൾ അവനവും കണ്ടെത്തുക. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഉദാഹരണം, ഒരു ചെറിയ LD ക്ലാർക്കിൻ്റെ ജോലിയോ 10,000-15,000 കിട്ടിയാൽ നമുക്കൊക്കെ പഴയ കാലത്ത് ജീവിക്കാമായിരുന്നു. ഇപ്പോഴും 15,000 ഉൾപ്പെടെ ജോലി നമുക്ക് ചെയ്യാൻ മടിയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളോ 50,000, 60,000, 1,00,000, ചിലക്ക് അതിലും കൂടുതൽ വേണം എന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ വ്യത്യാസങ്ങൾ വരുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പരിമിതപ്പെടുത്തുന്നില്ല, അതല്ലേ സത്യം. അപ്പോൾ അത്രയധികം ആവശ്യങ്ങൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ആ പരിഷ്കാരത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ശരീരം കൊണ്ടു നടത്താനുള്ള ഒരു ബാധ്യത മാത്രമേ നമ്മൾ മുന്നിൽ കാണാവൂ. വളരെയധികം ചുരുക്കി ചെലവ് ചെയ്ത് ജീവിച്ച് ശീലിക്കണം എന്നാണ് ചുരുക്കം. വേണ്ടത് മാത്രം അനുഭവിക്കുക, ചിലവാക്കുക. അങ്ങനെയായാൽ ചെറിയ വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാം. 3,000-കാരൻ ജീവിക്കണം, 30,000-കാരൻ ജീവിക്കണം, 3,00,000-കാരനും ജീവിക്കണം. ഇതൊക്കെ ഒരേ രാജ്യത്ത് തന്നെയല്ലേ ജീവിക്കണം നമ്മൾ കാണുന്നത്. ഒരു വഴിയില്ലാതെ 1,500 രൂപ ഭാര്യയ്ക്കും പെൻഷൻ, 1,500 രൂപ ഭർത്താവിനും പെൻഷനുള്ള കുടുംബങ്ങളും ഇവിടെ ഇല്ലേ കേരളത്തിൽ? തൊട്ടോപ്പിന് ഐഡിയകളൊന്നുമല്ല ഇല്ലേ? അങ്ങനത്തെ കുടുംബങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. 2 കൂട്ടർക്കും പെൻഷനില്ല, പെൻഷനേ ഉള്ളൂ, ആകെ ഈ പെൻഷനേ ഉള്ളൂ. അവരും ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടോ മറ്റു മാർഗങ്ങൾ അവലംബിച്ചിട്ടോ ആവാം, അവരും കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സാണ് എങ്ങനെ കഴിയണം എന്ന് നാം നിശ്ചയിക്കുന്നതും എത്ര വരുമാനം നമുക്ക് വേണം എന്ന് നിശ്ചയിക്കുന്നതും ഒരു പരിധി വരെ. അപ്പോൾ കഴിയുന്നതും ചുരുക്കി ജീവിച്ച് ശീലിക്കുക. അങ്ങനെ ആ ധനം ദുർവ്യയം ചെയ്യലും ഉണ്ടാവില്ല. ചെറിയതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാനും പറ്റും. കടക്കെണിയിൽ പോയിട്ട് വീഴുകയും ഇല്ല. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. ചെറുതാണോ വലുതാണോ, തൃപ്തികരമാണോ അല്ലയോ എന്നത്. ഈ പെരുമ്പാമ്പിൻ്റെ ഗുരുനാഥനായിട്ട് കണ്ട് അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം പറയുന്നുണ്ട്. എതിർച്ചയാ കിട്ടിയതുകൊണ്ട് അത് കഴിഞ്ഞു കൂടണു. അങ്ങോട്ട് ഭക്ഷണം അന്വേഷിച്ച് പോവലില്ല അത്രയും പാമ്പ്. അതിൻ്റെ അടുത്ത് എന്താ വരണമെന്ന് വെച്ചാൽ അതിനെ പിടിച്ച് തിന്നുകയാണ്. അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എതിർച്ചയാ ലാഭസന്തുഷ്ടോ, എതിർച്ചാ ലാഭദുഷ്ടന്മാരായിട്ട് കഴിയുന്നവർക്ക് ദുഃഖമുണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, പോരായ്മ ഉണ്ടാവില്ല, കടബാധ്യതയും ഉണ്ടാവില്ല. അധ്യാപകൻ്റെ ജോലി കൊണ്ട് ജീവിക്കുന്നു, കൂലിക്കാരൻ്റെ കൂലി കൊണ്ട് ജീവിക്കുന്നു. ഒരാൾക്ക് കിട്ടിയ വരുമാനം കൊണ്ട് അയാൾ ജീവിക്കുന്നു. ഒരാളെ പോലെ ഒരാളാവണം എന്ന് വിചാരിക്കരുത്. അതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സിനെ ചെറുതാക്കി കഴിയുന്നതും അവനവൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ച് കടബാധ്യതയിൽ ചെന്ന് പെടാതെ നമുക്ക് കഴിഞ്ഞുകൂടുകയും ചെയ്യാം. സംതൃപ്തിയും ഉണ്ടാവും. വിശപ്പടക്കാനും കിടക്കാനൊരു സ്ഥലവും മാത്രമേ ശരിക്കും ഈ ശരീരത്തിന് ആവശ്യമുള്ളൂ. മറ്റതെല്ലാം നമ്മുടെ ലക്ഷറിയാണ്. അത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം എത്ര ലക്ഷൂറിയസ് ആയിട്ടാണ് അവർ കഴിയുന്നത്. എന്തെല്ലാം ഭക്ഷണം അധിക ചെലവിന് പുറത്തുനിന്ന് വാങ്ങി കഴിക്കണു. എന്തെല്ലാം 7,000 രൂപയുടെ പാൻറ്റ്, 8,000 രൂപയുടെ പാൻറ്റ്, 3,000 രൂപയുടെ ഷൂസ്. അപ്പം ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ ശരിക്കും അല്ലാണ്ട് നമുക്ക് കഴിഞ്ഞുകൂടിക്കൂടെ? അപ്പോൾ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തുമ്പോൾ ചെറിയ സംഖ്യ തന്നെ നമുക്ക് വലിയതായിട്ട് തോന്നുന്നർത്ഥം. ഇല്ല, മനസ്സാണ്. കൂടുതലാക്കി ശീലിച്ച് കഴിയുമ്പോൾ എത്ര കിട്ടിയാലും മതി വരില്ല എന്ന തോന്നൽ ഉണ്ടാവും. പരീക്ഷീണ കശ്ചിൽ സ്പൃഹയതി യവാനാം പ്രസൃതയെ ന പശ്ചാത് സമ്പൂർണ്ണ കലയതി ദരിദ്രീം തൃണസമാം അതച്ചാനേകാന്ത ഗുരുലഘുതയാർത്ഥേഷു ധനിനാമവസ്ഥ വർത്തുനി പ്രതയതി ച സങ്കോചയതി ച. നമസ്കാരം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.